Hi all. നമുക്കിന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകണേ. മോഷൻസ് ഒക്കെ ഒന്ന് വേഗം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് പോകണം. ഞാൻ എവിടെ നിന്നാ പറഞ്ഞു നിർത്തിയത്? ഒഴിവുപോലും എടുത്തിട്ടില്ലല്ലോ. മോഡൽസ് ഓഫ് ഡ്യൂപോളി ഇതൊന്നും എടുത്തിട്ടില്ല. ഓ 11:7 ചാപ്റ്റർ എത്തിയിട്ടുള്ളൂ. നമുക്ക് സെക്കൻഡ് യൂണിറ്റ് കഴിയണം ആക്ച്വലി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിലപ്പോയി കഴിഞ്ഞാൽ സെവൻത്ത് ചാപ്റ്റർ കഴിഞ്ഞ സെക്കൻഡ് യൂണിറ്റ് കഴിഞ്ഞു. എന്നാലും ഇതെടുത്തല്ലോ അല്ലെ? ഇതെടുത്തു. മാർജിനൽ കോസ്റ്റ് ഇതെടുത്തു. മാർജിനൽ കോസ്റ്റ് എടുത്തു. കോസ്റ്റ് ഇൻ ദ ലോങ് റൺ ഇതും എടുത്തതാണ്. ഇനി അത് കോൺസ്റ്റന്റ് റിട്ടേൺ ഓഫ് സ്കെയിൽ ആവുന്ന സമയത്തുള്ള ഗ്രാഫുകളാണ്. നേരത്തെ പറഞ്ഞ സെയിം ഗ്രാഫിക്കൽ പോയിന്റ് ആണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഷോർട്ട് റൺ കോസ്റ്റ് കർവ്. ലോങ് റൺ ആവറേജ് കർവ് സാധാരണ ഡിറൈവ് ചെയ്ത് ഷോർട്ട് റൺ ആവറേജ് കർവ് എന്നാണെന്ന് പറയും. അതായത് ലോങ് റൺ എന്ന് പറഞ്ഞാൽ കമ്പനി ഒരുപാട് കാലം നിലനിൽക്കുന്ന കമ്പനിയാണ് ലോങ് റൺ കമ്പനി. ഈ ലോങ് റൺ കമ്പനിയിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഷോർട്ട് റൺ കമ്പനിയിലും ഉണ്ടാവും. അപ്പോ അതിന്റെ കോസ്റ്റ് കർവിൽ നിന്നും ഡിറൈവ് ചെയ്തതാണ് ലോങ് റൺ കമ്പനി എന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഷോർട്ട് റൺ എടുക്കും, എന്നിട്ട് അതിൽ ഒപ്റ്റിമം സൈസ് പ്ലാൻ ഏതാന്ന് നോക്കും. അതിനനുസരിച്ചിട്ടാണ് അതിന്റെ വാല്യൂസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ റോൾ മോഡൽ ആയിട്ട് ലോങ് റൺ ഉപയോഗിക്കുക. അപ്പൊ ആവറേജ് കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? അതാണ് ഇതില് യു ടൈപ്പ് ആയിരിക്കും വരിക. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എക്സ്പ്ലനേഷൻ ഓഫ് യു ഷേപ്പ് ഓഫ് ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ആവറേജ് കോസ്റ്റ് കർവില് യു റണ്ണില് ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് യു ഷേപ്പ് ഓഫ് ദി SRAC. SRAC എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേരിയബിൾ പ്രപ്പോർഷന്റെ ലോ ആണ്. അപ്പൊ ഇവിടെ SRAC സാലറി റവന്യൂ ആവറേജ് കോസ്റ്റ് അതാണത്. ലേബർ റവന്യൂ ആവറേജ് കോസ്റ്റ് ആണ് LRAC എന്ന് പറയുന്നത്. ഇപ്പൊ ഇതില് SRAC എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? എല്ലാം യു ഷേപ്പ് ആയിട്ടാണ് വരുന്നത്. കണ്ടോ? അതെങ്ങനെയാണ് SRAC യു ഷേപ്പ് ആയിട്ടും രണ്ടും യു ഷേപ്പിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂസ് വരുന്ന ഫ്ലക്ച്വേഷൻ കാരണമാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ യൂസ് ആയി പോകുന്നത്. അത് ഇംപെർഫെക്റ്റ് ഡിവിസിബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ആണ്. LRACയിലായാലും ശരി SRACയിലായാലും ശരി പ്രോപ്പർ ആയിട്ട് നമ്മൾ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ അധികം വ്യത്യാസങ്ങൾ വരില്ല. ഇല്ലെങ്കിൽ ഈ ഫ്ലക്ച്വേഷൻ പോയിന്റ് വരുന്നത് കാരണം യു ഷേപ്പ് കർവ് ഓൾമോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് എക്കണോമീസ് ഓഫ് സ്കെയിൽ ആണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് എക്കണോമീസ് ഓഫ് സ്കെയിൽ റെഫർ ടു സിറ്റുവേഷൻ വേർ ഔട്ട്പുട്ട് ഗ്രോസ് പ്രപ്പോർഷണാലിറ്റി ഫാസ്റ്റർ ദാൻ ദ യൂസ് ഓഫ് ദി ഇൻപുട്ട്. ഇൻപുട്ട് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ അതവിടെ പ്രാധാന്യമല്ല. ഇൻപുട്ട് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഔട്ട്പുട്ട് നല്ല രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയാ. ഇത് നമ്മൾ ഒരു യൂണിറ്റിൽ എത്ര ഔട്ട്പുട്ട് കിട്ടി എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ LAC ഉണ്ട്, അതായത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് LAC. SAC എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് SAC എന്ന് പറയുന്നത്. ഇനി ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് എക്കണോമീസ് ഉണ്ട്. ഒന്ന് പ്ലാന്റ് എക്കണോമീസും ഒന്ന് ഫേം എക്കണോമീസും. പ്ലാന്റ് എക്കണോമീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിവിഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ. ഓരോ ലേബേഴ്സിനും ഓരോ കാര്യത്തിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ടാവും. അടുത്തത് സുപ്പീരിയർ ടെക്നോളജി, നല്ല ഹയർ ടെക്നോളജി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ ബെറ്റർ പ്രൊഡക്ടിവിറ്റി, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിന് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ലോ എക്യുപ്മെന്റ് മെയിൻ്റനൻസ്, എക്യുപ്മെന്റ് മെയിൻ്റനൻസിന്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഫേം എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് കൊടുക്കും. അതുപോലെ ലോ കോസ്റ്റ്, ഫണ്ട് റൈസിങ് വളരെ കുറച്ചാണ് ഉണ്ടാവുക. അതേപോലെ സെയിൽസിനെ നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും.
മാനേജീരിയൽ എഫിഷ്യൻസീസ് ഉണ്ടാവും. നല്ല മാനേജീരിയൽ കഴിവുള്ളവർക്ക് മാത്രമേ ഫേം എക്കണോമീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. ഇത് രണ്ടുമാണ് രണ്ട് ടൈപ്പ് ഓഫ് സ്കെയിൽ ഓഫ് എക്കണോമീസ് എന്ന് പറയുന്നത്. ഈ രണ്ട് സ്കെയിലാണ് നമ്മൾ ബാക്കിയുള്ള എക്കണോമീസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ കേസ് സ്റ്റഡി ആണ് പറഞ്ഞത്, അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ ആണ് പറയുന്നത്. ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ arise primarily due to decreasing return to management. അതായത് ഔട്ട്പുട്ടിൽ നിന്നും ഒരു റിട്ടേൺ മാനേജ്മെന്റിന് കിട്ടാതെ വരുന്ന അവസ്ഥയാണ്. അതായത് ഇൻപുട്ട് കൊടുത്തോ ഇല്ലയോ എന്ത് സംഭവിക്കുന്നില്ല, മാനേജീരിയലിന് നമുക്ക് ആവശ്യത്തിന് റിട്ടേൺസ് കിട്ടുന്നില്ല. അതിനെയാണ് ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് ഒരു ഓർഗനൈസേഷൻ അതിനെയാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ കൊടുക്കുന്ന ക്യാഷിനനുസരിച്ച് നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നില്ല, അത് മനസ്സിലാക്കി വെക്കുക. ദെൻ പെർ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്ക് പെർ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷന് വേണ്ട ക്യാഷ് പോലും നമുക്ക് ഡിസ് എക്കണോമീസ് സ്കെയിലിൽ കിട്ടില്ല. ഇനി LAC curves. LAC curves and empirical studies ആണ്. LAC curves എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? ലേബർ ആവറേജ് കോസ്റ്റ് അല്ലെ. ലേബർ ആവറേജ് കോസ്റ്റ് എന്തിന്റെ ടേംസിലാണ് പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ആവറേജിന്റെ കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക എപ്പോഴും. അപ്പൊ ഇതിൽ നോക്കുക, എൽ ഷേപ്ഡ് കേർവ് ആണ് വരുന്നത്. രണ്ടിലും എൽ ഷേപ്ഡ് കേർവ് ആണ് വരുന്നത്. LAC, many studies have been conducted to investigate the shape of long run average cost. Long run average cost ആണ് LAC. സോറി, ലേബർ അല്ല, ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആണ്. ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ സ്കെയിൽ ഔട്ട്ഷിപ്പ് ഡിസ് എക്കണോമി സ്കെയിലും ഉണ്ട്, ഇപ്പുറത്തെ ഡിസ് എക്കണോമി ഉണ്ട്, ഇപ്പുറത്തെ എക്കണോമി സ്കെയിലും ഉണ്ട്. എക്കണോമി സ്കെയിൽ എന്ന് പറയുന്നതും ഡിസ് എക്കണോമി സ്കെയിൽ എന്ന് പറയുന്നതും ഇവിടെ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മിനിമം എഫിഷ്യൻ സ്കെയിലിൽ രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എക്കണോമീസ് ഓഫ് സ്കോപ്പ് ആണ് പറയുന്നത്. സ്കോപ്പ്, എക്കണോമീസ് ഓഫ് സ്കോപ്പ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഭാവിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എക്കണോമീസ് ഓഫ് സ്കോപ്പ്. പെർ യൂണിറ്റ് കോസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ചേഞ്ചസ് ഇൻ ഫാക്ടർ ഇൻപുട്ട് ഓർ റിട്ടേൺ ഓഫ് സ്കെയിൽ, നമ്പർ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫേം. എക്കണോമീസ് ഓഫ് സ്കോപ്പ് അതായത് ഭാവിയിൽ നമുക്ക് റിട്ടേൺസ് കിട്ടണമെങ്കിൽ അവിടെ രണ്ട് ഫാക്ടർ ഉണ്ട്. ഒന്നാമത് ഇൻപുട്ട് കൊടുക്കുന്ന ഫാക്ടറിന് ചേഞ്ച് വന്നാൽ നമുക്ക് റിട്ടേൺസ് കിട്ടും. അതേപോലെ തന്നെ ഗുഡ്സ്, നമ്മുടെ ഫേമിൽ ഉണ്ടാക്കുന്ന ഗുഡ്സ് നല്ല ഭാവിയിൽ സ്കോപ്പ് ഉള്ള ഗുഡ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് രീതിയിൽ എന്ത് കിട്ടും? പ്രോഫിറ്റ്, റിട്ടേൺ ഓഫ് സ്കെയിൽ കിട്ടും. ഈ രണ്ട് രീതിയും വരുന്നത് എക്കണോമീസ് ഓഫ് സ്കോപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. എക്കണോമീസ് ഓഫ് സ്കോപ്പിന്റെ കാൽക്കുലേഷൻ നമ്മൾ എംപിരിക്കൽ ആയിട്ട് ചെയ്യുമ്പോൾ SC is equal to C of Q1 quantity 1 plus C of, അതായത് C of എന്ന് പറഞ്ഞ കോസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി 1 plus കോസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി 2 മൈനസ് കോസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി 1 and 2. ഓക്കെ, ഇതെന്നാണ് നമ്മൾ സ്കോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ പറയാനുള്ളത് ആ ഇക്വേഷൻ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പാരഗ്രാഫില് പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ വിത്തിൻ ദ ഗിവൻ സ്കെയിൽ ഓഫ് ദ പ്ലാൻ റിസൾട്ട് ഇൻ എക്കണോമീസ് ഓഫ് സ്കോപ്പ് ദാറ്റ് ഡിക്രീസസ് ദ പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ, ഒരു പ്ലാന്റിന്റെ ഓരോ പ്രൊഡക്റ്റിന് ഓരോ ഡൈവേഴ്സിഫിക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ് പ്രൊഡക്ഷൻ അതായത് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് കൂടുന്ന സമയത്ത് എക്കണോമീസ് ഓഫ് സ്കോപ്പിന്റെ കാര്യം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതായത് കോസ്റ്റ് കൂടുകയാണെങ്കിൽ എക്കണോമീസ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണോ കുറയുകയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൽ പറയുന്നത്. എക്സസ് കപ്പാസിറ്റി ഓഫ് ദ ഫേം ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അഡീഷണൽ പ്രൊഡക്റ്റ് വിത്ത് ലിറ്റിൽ ഓർ നോ ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ കോസ്റ്റ്. അതായത് നമ്മുടെ ഫേമിന് നല്ലോണം പ്രൊഡക്ടിവിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലോണം ക്യാഷ് വരികയാണ്, റിട്ടേൺ ഓഫ് സ്കെയിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ടോട്ടൽ കോസ്റ്റ് തന്നെ നമ്മളിപ്പോ സാധാരണ ഉപയോഗിക്കുന്ന ടോട്ടൽ കോസ്റ്റ് ഉപയോഗിച്ച് തന്നെ അഡീഷണൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് പുതിയ രീതിയിൽ സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അതിൽ പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എക്കണോമിക്സ് ഓഫ് സ്കോപ്പ്, അതായത് ഈ സ്കോപ്പിനുള്ള ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിൾ നോ ഹൗ. അതായത് എങ്ങനെയാണ് ഇത് മനസ്സിലായത്, അത് എന്താണ്, ഇത് രണ്ട് കാര്യങ്ങളും മനസ്സിലാവുകയാണെങ്കിൽ എക്കണോമീസ് ഓഫ് സ്കോപ്പ്, അതായത് നമ്മുടെ ഗുഡ്സിന്റെ സെയില് നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള ഈ രണ്ട് അറിവുകൾ നമ്മൾ എക്കണോമീസ് ഓഫ് സ്കോപ്പിനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആക്കുന്നു. അത് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് അനാലിസിസ്. കോസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൺസെപ്റ്റ് ആൻഡ് അനാലിസിസ് ഹാവ് എ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് മാനേജീരിയൽ. അതായത് കോസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു കമോഡിറ്റിക്ക് എന്തുകൊണ്ട് ഈ റുപ്പീസ്, സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റുപ്പീസ് ഇടുമല്ലോ, ആ റുപ്പീസ് എന്തുകൊണ്ട് കൊടുക്കുന്നു എന്നത് ഒരു അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ അനാലിസിസിനെ പറയുന്ന പേരാണ് കോസ്റ്റ് അനാലിസിസ്.
ഇനി ഈ കോസ്റ്റ് അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവൽ എവിടെയൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് ഒപ്റ്റിമം ഔട്ട്പുട്ട്. ഒപ്റ്റിമം ഔട്ട്പുട്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫേം ഓർ എ കമ്പനി മാക്സിമൈസസ് ഇറ്റ്സ് ഔട്ട്പുട്ട്, അതായത് അവർക്ക് കിട്ടുന്ന റിട്ടേൺ ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് അതിന്റെ ഒപ്റ്റിമം അല്ലെങ്കിൽ പീക്ക് ലെവലിൽ എത്തുന്നതിനെയാണ് നമ്മൾ ഒപ്റ്റിമം ഔട്ട്പുട്ട് ലെവൽ എന്ന് പറയുന്നത്. ഒപ്റ്റിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പനി അല്ലെങ്കിൽ ആ കമോഡിറ്റി വിട്ടിട്ട് നമുക്ക് കിട്ടുന്ന മാക്സിമം ലെവൽ ഓഫ് പ്രോഫിറ്റിനെയാണ് ഒപ്റ്റിമം ഔട്ട്പുട്ട് ലെവൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് 128 + 6q + 2q². ഇതൊരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ ആണ് നമ്മൾ സോൾവ് ചെയ്തത്. ഇപ്പൊ ക്വാണ്ടിറ്റി ആണ് ക്യൂ, അതൊക്കെ അറിയാലോ, ഇനി അത് വീണ്ടും പറയാൻ കാര്യമില്ല. ഈ ഇക്വേഷൻസ് നോക്കി നിങ്ങൾക്ക് ഇത് അറിയാത്ത ടേം ഇല്ല. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഒപ്റ്റിമം ഇൻവെന്ററി ലെവൽ. ഇൻവെന്ററി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻവെൻഷൻസ്, നമ്മുടെ ക്രിയേഷൻസ് ആണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. അതായത് all productions are not scalable items has been built up. അതായത് നമ്മുടെ എല്ലാ സ്റ്റോക്കും, നമ്മളിപ്പോ ഏത് തരം പ്രൊഡക്റ്റ് എടുത്താലും കമ്മോഡിറ്റി എടുത്താലും അത് മുഴുവൻ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺസ് തരണമെന്നോ നമുക്ക് പ്രോഫിറ്റ് ആവണമെന്നോ കമ്പനി ഡെവലപ്പ് ആവണമെന്നോ ഇല്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇൻവെൻഷൻസ് എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം കണ്ടുപിടുത്തങ്ങൾ. ഇതുവരെ മാർക്കറ്റ് അനലൈസിസ് ചെയ്യാത്ത പുതിയ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ പുതിയ കാര്യങ്ങൾ, ഒരു വെറൈറ്റി സാധനം വന്നാൽ മാത്രമേ നമ്മുടെ കസ്റ്റമർ നമ്മളെ ആഗ്രഹിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമർ വാങ്ങുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ സെയിലിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ കൊടുക്കണം. അതിനെയാണ് ഒപ്റ്റിമം, ദ മാക്സിമം ലെവൽ ഓഫ് ഇൻവെന്ററി ലെവൽ എന്ന് പറയുന്നത്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള കുറച്ച് ഇൻവെൻഷൻസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാം. റെക്കോർഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയതായിട്ട് ചെയ്യുന്നതിന് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇത് രണ്ട് കോസ്റ്റുമാണ് ഉള്ളത്. The inventory carrying cost includes storage cost, interest cost, borrowed capital, finance stock. ഇതൊക്കെ ക്യാരിയിങ് കോസ്റ്റ് ആണ്. ഓക്കെ, ഇനി ടെലിഫോൺ ചാർജസ് നമ്മൾ എന്തായാലും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കോസ്റ്റ് ആണ് റെക്കോർഡ് കോസ്റ്റ്. അതിൽ വരുന്ന ടെലിഫോൺ ചാർജസ് D എന്ന് പറയുന്ന ഓർഡർ ക്വാണ്ടിറ്റി ടു ബി ഡെലിവേർഡ്, S/D മോളുള്ള കാര്യമാണ് ഇൻവെന്ററി ലെവൽ കാര്യമാണ്. ഹലോ, ക്ലിയർ ആവുന്നില്ല? ആർക്കും ക്ലിയർ ആവുന്നില്ലേ? ഹലോ മാം, ക്ലിയർ ആവുന്നില്ല മാം. ഹലോ, കുറെ നേരമായോ ക്ലിയർ ആവാതെ? അതെ അതെ, കുറച്ചു നേരമായിട്ടും ക്ലിയർ ആവുന്നില്ല. അറിയാനാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നിങ്ങൾ അപ്പൊ തന്നെ പറയണം കേട്ടോ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ഉണ്ട്. ഓക്കെ, എടുക്കട്ടെ? ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇനി ക്ലിയർ ആവുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ പറയണേ, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇതിൽ പറഞ്ഞിട്ടുള്ള ഒപ്റ്റിമം ഇൻവെന്ററി ലെവലില് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങള്, എസും എക്സ്പെക്ടഡ് സെയിലിനെയാണ് നമ്മൾ എസ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഡി എന്ന് പറയുന്നത്. അപ്പൊ S/D, എക്സ്പെക്ടഡ് സെയിൽ ഡിവൈഡഡ് ബൈ ഓർഡർ ക്വാണ്ടിറ്റി ടു ബി ഡെലിവേർഡ്, അതിനെയാണ് നമ്മൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഓർഡേഴ്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് എക്സ്പെക്ടഡ് സെയിൽ ഡിവൈഡഡ് ബൈ ഓർഡർ ക്വാണ്ടിറ്റി ടു ബി ഡെലിവേർഡ്. ഇത് രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് S/D അഥവാ നമ്പർ ഓഫ് ഓർഡേഴ്സ് കിട്ടും. ഇനി F എന്താണ്, V എന്താണെന്ന് അറിയാലോ, D/2. ഇനി അടുത്ത് നിങ്ങൾക്ക് അറിയാം D/2 ആണ്. ആവറേജ് ഇൻവെന്ററി ഹെൽഡ് between initial and terminal periods, and it is assumed that demand is spread evenly. അതായത് നമ്മൾ ഒരു ഇൻവെന്ററി ഹോൾഡ് ചെയ്തിരിക്കുകയാണ്.
നമ്മളുടെ കമ്പനിയുടെ ഇനീഷ്യൽ നിന്നും ടെർമിനൽ പോയിന്റ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത് വരെയുള്ള സമയത്തിനിടയിൽ നമ്മൾ ഒരു ഇൻവെന്ററി കൊടുത്തിട്ടില്ല, കമ്പനിക്ക് കൊടുത്തിട്ടില്ല, അത് ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിന്റെ ഡിമാൻഡ്, അതിന് മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതിനെ ഓക്കെ. ദിസ് ഫോർമുല gives us a optimum size of stock. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, അതിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് പഠിച്ചു വെക്കുക, ഈക്വേഷൻസും ഇതിലുള്ള കാര്യങ്ങൾ, ഇതിൽ ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഇനി ഒപ്റ്റിമം സ്കെയിൽ. ഒപ്റ്റിമം സ്കെയിൽ എന്ന് പറയുന്നത് ദ ഒപ്റ്റിമം സ്കെയിൽ ഇസ് ഗിവൺ ബൈ ദ വാല്യൂ ഓഫ് പ്ലാൻ സൈസ് ആണ് ഇവിടെ K എന്ന് പറയുന്നത്. ക്യാപിറ്റൽ അല്ല, നമ്മുടെ ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ സൈസ് എത്രയുണ്ട്, ആ പ്ലാന്റിന്റെ സൈസ് എത്രയുണ്ട്, അതാണ് നമ്മൾ K ആയിട്ട് എടുക്കുന്നത്. at which the total cost is the least. അപ്പൊ അതില് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, ലീസ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കുന്നു. the necessary and sufficient conditions of the, അതിൽ നമ്മൾ പറയുന്ന രണ്ട് കണ്ടീഷൻസ് ആണ് DC or DK is equal to 0യും DC ഇത് D yes D square C അതായത് സെയിം സഫിഷ്യന്റ് കണ്ടീഷനും അതാണ് അതില് ക്ലിയർ ആവുന്നില്ല. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ല. ഓക്കെ ആണോ? ഹലോ ഓക്കെ ആണോ? ഇല്ല, ബ്രേക്ക് ആവുന്നുണ്ട്. അല്ലേ? ഞാൻ ക്ലോസ് ചെയ്യപ്പെടാവാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാവുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ 7th ചാപ്റ്റർ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസിങ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം മാർക്കറ്റ് ആൻഡ് ക്രൈറ്റീരിയ ഫോർ മാർക്കറ്റ് ക്ലാസിഫിക്കേഷൻ, എന്താണ് മാർക്കറ്റ് എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ദ ഫംഗ്ഷൻ ഓഫ് എ മാർക്കറ്റ് ഇസ് ടു ബി എനേബിൾ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി ടേക്കൻ പ്ലേസ്. അത് നമുക്ക് അറിയാം അല്ലെ, ഒരു സ്ഥലത്ത് ദ പ്ലേസ് അറ്റ് വിച്ച് the exchange of goods and services taking place, that is called market. നമുക്കത് അറിയാം, ഒരു പ്ലേസിൽ, ഏത് പ്ലേസിൽ വെച്ചിട്ടാണോ ഗുഡ്സ് ആയിക്കോട്ടെ സർവീസസ് ആയിക്കോട്ടെ അത് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, നമ്മൾ ആ പ്ലേസിനെ പറയുന്ന പേരാണ് മാർക്കറ്റ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇതില് നമ്മൾ മാർക്കറ്റിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. അപ്പോ മാർക്കറ്റിന്റെ ഡെഫിനിഷൻ ഈ പാരഗ്രാഫില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളത് കൂടി എഴുതണം. എഴുതണ്ടെന്നല്ല, നിങ്ങൾക്ക് എസ് ആണ് വരിക, മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മാത്രം എഴുതി വെക്കണം എന്നല്ല, ഞാൻ പറയുന്ന ഡെഫിനിഷൻ ആദ്യം എഴുതുക. ഓക്കെ, ഇതില് എ മാർക്കറ്റ് ഈസ് എനി ഏരിയ ഓവർ വിച്ച് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഇൻ സച്ച് ക്ലോസ് ടച്ച് വിത്ത് ഈച്ച് വൺ അനദർ. ഓക്കെ,
either directly or through dealers. ആ പാരഗ്രാഫിൽ കണ്ടല്ലോ അല്ലെ, ആ ഇൻവേർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അവിടെ. ഓക്കെ, അവിടെ തൊട്ട് either directly or through dealers, that the price is obtainable in one part of the market, affect the prices paid in other parts. അതായത് ഒരു മാർക്കറ്റിൽ എന്തൊക്കെ നടക്കുന്നു, ബയറും ഉണ്ടാവുണ്ട് സെല്ലറും ഉണ്ടാവുണ്ട്, അവർ രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്, ക്ലോസ് ടച്ച് ഉണ്ട്, അവരത് ഡീലേഴ്സിനെ വെച്ചിട്ടാണ് നടന്നത്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം, ഇതിൽ ഒരു ഭാഗത്ത് പ്രൈസ് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ആ മാർക്കറ്റിന്റെ പല ഭാഗത്തും അല്ലെങ്കിൽ അതിന്റെ വേറൊരു ഭാഗത്ത് അതിന്റെ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് ഈ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് നല്ലൊരു ഡെഫിനിഷൻ ആയിട്ട് എടുക്കാം. ഇത് നിങ്ങൾ മാർക്കറ്റിൽ ചോദിക്കുമ്പോൾ എഴുതണം. ഓക്കെ, ഇനി മാർക്കറ്റിന്റെ മെയിൻ ഫീച്ചർ ആണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. മെയിൻ ഫീച്ചർ ഓഫ് ദ മാർക്കറ്റ് ഈസ് ദാറ്റ് സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് ഈച്ച് അതർ, maybe through telephonic conversation or teleprinter or any other such modern devices. അതെന്താന്ന് നമുക്ക് അറിയാൻ കാര്യം, എന്തായാലും സെല്ലറും ബയറും തമ്മിൽ ക്ലോസ് ടച്ച് ഉണ്ടാവുന്ന ഒരേ ഒരു സ്ഥലമാണ് മാർക്കറ്റ്. ഇനി അടുത്തത് ക്രൈറ്റീരിയ ഫോർ മാർക്കറ്റ് ക്ലാസിഫിക്കേഷൻ. മാർക്കറ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതെന്താണെന്നാ പറയുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബൈ ദി ഏരിയ, അതായത് ഏരിയ വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യണം. എന്തൊക്കെ കിട്ടും, ചിലപ്പോൾ ലോക്കൽ മാർക്കറ്റ്, ഇന്റർനാഷണൽ മാർക്കറ്റ്, റീജിയണൽ മാർക്കറ്റ്, ഏത് സ്ഥലത്താണ് മാർക്കറ്റ് നടത്തുന്നത്, ഏത് തരം പ്രൊഡക്റ്റ് ആണ് അവിടെ സെയിൽ ചെയ്യുന്നത്, ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ട് നടത്തുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബൈ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചിലപ്പോൾ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും, ലോകത്തിലുള്ള എല്ലാ പ്രൊഡക്റ്റും കിട്ടുമെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ മാർക്കറ്റ്. ഒരു ഏരിയയിലുള്ള എല്ലാം കിട്ടുമെങ്കിൽ ഇറ്റ് ഈസ് റീജിയണൽ മാർക്കറ്റ് ഓർ ലോക്കലൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയും. So, അതിന്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബൈ ദ നേച്ചർ ഓഫ് ദ ട്രാൻസാക്ഷൻസ്, അതായത് ട്രാൻസാക്ഷൻ എങ്ങനെയാണ്, അത് മാർക്കറ്റ് ആണെങ്കിൽ അപ്പൊ തന്നെ ട്രാൻസാക്ഷൻ കൊടുക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മള് ഇൻസ്റ്റാൾമെന്റിൽ സാധനം, അത് ട്രാൻസാക്ഷൻ എങ്ങനെയാണ്, ഇപ്പൊ മന്ത്ലി ആണ്. സോ അതൊരു മാർക്കറ്റ്. അതല്ല നമ്മൾ സ്പോട്ടിൽ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കും, അത് സ്പോട്ട് മാർക്കറ്റ്. ഇത് രണ്ടാണ് നിങ്ങൾ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി. അടുത്തത് ക്ലാസിഫിക്കേഷൻ ബൈ ദ വോളിയം ഓഫ് ബിസിനസ്, അതായത് വോയിസ് ക്ലിയർ അല്ല, ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഹലോ, ഇപ്പൊ ശരിയായോ? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? ഇപ്പൊ ശരിയായുണ്ടോ? ഇപ്പൊ ഓക്കെയാണ് മാഡം. ക്ലാസ് എടുക്കുമ്പോ മാത്രമാണ്. ക്ലാസ് എടുക്കുമ്പോ ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? എന്താന്നറിയില്ല, ഞാൻ കുറച്ച് മെല്ലെ എടുക്കാന്ന്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ നോക്കാം. ഹലോ, ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടൈം, ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഉണ്ട്. ഓക്കെ, അപ്പൊ അപ്പൊ അത് പറഞ്ഞില്ല, എന്താ പറഞ്ഞേ? ക്ലാസിഫിക്കേഷൻ ബൈ ദ വോളിയം ഓഫ് ദ ബിസിനസ് ആ പറഞ്ഞോണ്ടിരുന്നത്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്, ഹോൾസെയിൽ ബിസിനസ് ആൻഡ് റീറ്റെയിൽ ബിസിനസ്. ഹോൾസെയിലിൽ നിന്നും സാധനങ്ങൾ റീറ്റെയിലർ എടുത്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് അതിലുണ്ടാവുക ഹോൾസെയിലിൽ. അപ്പോൾ ഏത് തരം പ്രൊഡക്റ്റ്, അതായത് കൂടുതൽ എമൗണ്ട് അല്ലെങ്കിൽ ആ വോളിയം, അതിനനുസരിച്ചിട്ട് രണ്ടു തരത്തിലുണ്ട്. ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈം ആണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഷോർട്ട് റൺ ബിസിനസ്സും ലോങ് റൺ ബിസിനസ്സും. അതാണ് അതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ. അതായത് കുറച്ച് ദിവസത്തേക്ക് മാത്രം കോൺട്രാക്ച്വൽ ബിസിനസ് ആണെങ്കിൽ അല്ലെ, ലോങ് റൺ ആണെങ്കിൽ കുറെ കാലത്ത് നിലനിൽക്കുമെങ്കിൽ അല്ലെ, ഫ്യൂച്ചറിലും റെഫറൻസസ് ഉണ്ടാവാം. അത് അപ്പൊ ടൈം പീരീഡിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ബൈ ദ സ്റ്റാറ്റസ് ഓഫ് സെല്ലേഴ്സ്. സ്റ്റാറ്റസ് ഓഫ് സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള സെല്ലേഴ്സ് ഉണ്ട്. പ്രൈമറി സെല്ലേഴ്സും സെക്കൻഡറി സെല്ലേഴ്സും ടെർമിനൽ മാർക്കറ്റും. പ്രൈമറി സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മാർക്കറ്റിൽ ഫസ്റ്റ് വിൽക്കുന്നത്, അതായത് ഹോൾസെയിൽ തന്നെ വിചാരിക്കുക, അത് ആ ഒരു ടേം തന്നെ വിചാരിക്കുക. അതായത് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഉള്ള ആളാണ് ഫസ്റ്റ് സെല്ലർ. ആ പ്രൊഡക്റ്റ് കുറച്ച് കുറവുള്ള ആൾക്ക് കൊടുക്കുന്നു എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നു. റീറ്റെയിലേഴ്സ് അത് വീണ്ടും അടുത്തൊരു ഘട്ടത്തിലേക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു തേർഡ് പാർട്ടി കൂടി ഉണ്ട്, അവര് കൊടുക്കുന്നതിന് നമ്മൾ ടെർമിനൽ എന്ന് പറയും. അതിനപ്പുറത്തേക്ക് പോയി ഈ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സ്റ്റാറ്റസ് സെക്കൻഡ് പാർട്ടിയുടെ സ്റ്റാറ്റസ് ഒന്നാവണമെന്നില്ല.
അപ്പോൾ ഇതാണ് സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടുള്ള സെല്ലേഴ്സ്. ക്ലാസിഫിക്കേഷൻ ബൈ ദ നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെയിം ബിസിനസ് ചെയ്യുന്ന വേറൊരു കമ്പനി അല്ലെങ്കിൽ വേറൊരു ഫേം അല്ലെങ്കിൽ ബിസിനസ് ഫേം, അതിനെയാണ് നമ്മൾ കോമ്പറ്റീഷണൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് ദി മാർക്കറ്റ് ക്ലാസിഫിക്കേഷൻ ആണിത്. ബയർ സെല്ലർ ഇന്ററാക്ഷൻ ഉണ്ടാവും. അതേപോലെ 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ ഉണ്ടാവുക. സബ്സ്റ്റിറ്റ്യൂട്ടറി ഫാക്ടർ, അതായത് കേൾക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞു നോക്കി. എനിക്ക് നന്നായി കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ല. മാം ഇപ്പൊ പറയണതൊക്കെ കേൾക്കുന്നുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ആവും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല മാഡം. റൂം കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടറി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് സെയിം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സെയിം കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് വേറൊരു കമ്പനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ടറി എന്ന് പറയും. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഒരു മിനിറ്റ്, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. സമയം പോണു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടറി ഫാക്ടർ ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ഇന്റർഡിപെൻഡൻസ് ഫാക്ടർ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു നമ്മളെ കമ്മോഡിറ്റി വാങ്ങിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത പ്രൊഡക്റ്റ് കൂടി വാങ്ങണം, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇന്റർഡിപെൻഡൻസ് ഫാക്ടർ. ഡിപെൻഡിങ് ഓൺ ഈച്ച് അതർ ആൻഡ് ഈസ് ഓഫ് എൻട്രി ഫാക്ടർ. ഏത് സമയത്തും നമ്മുടെ ഈ ഒരു കമ്മോഡിറ്റിക്ക് ബേസ്ഡ് ആയിട്ടുള്ള വേറൊരു ഫാക്ടർ എപ്പോ വേണമെങ്കിലും മാർക്കറ്റിൽ കയറി വരാം. ഇങ്ങനെയുള്ള 3 തരം ക്ലാസിഫിക്കേഷൻ ആണ് കോമ്പറ്റീഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്താണ് വേരിയസ് ഫോംസ് ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിന്റെ ഫോമുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫോം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മാത്രം ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള ഫോം, അതാണ് ഒന്നാമത്തെ ഫോം. രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ്, അതായത് ദ നേച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേംസ്, ദാറ്റ് ഈസ് വെദർ ഇറ്റ് ഈസ് ഹോമോജീനിയസ് ഓർ ഡിഫറൻഷിയേറ്റഡ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് സെയിം കൈൻഡ് ആണോ അതോ ഡിഫറെന്റ് കൈൻഡ് ആണോ? ഇപ്പൊ ഒരു ബിസിനസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ മിൽമ തന്നെ പറയാം. മിൽമ എന്ത് ചെയ്യുന്നുണ്ട്? മിൽമ പാല് വിൽക്കുന്നുണ്ട്, തൈര് വിൽക്കുന്നുണ്ട്, ഐസ്ക്രീം വിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഹോമോജീനസ് ആണ് എന്ന് വെച്ചാൽ മീൻസ് എല്ലാം പാലുൽപ്പന്നങ്ങളാണ്. അപ്പൊ നമ്മളത് ഹോമോജീനസ് ബിസിനസ് ആണെന്ന് പറയാം. ഇനി ഡിഫറൻഷിയേറ്റഡ് ബിസിനസ് ഓർ ഹെട്രോജീനസ് ബിസിനസ് കൈൻഡ് ആയിരിക്കും. അതായത് ഇപ്പോ തൈര് വിൽക്കുന്ന ആള് തന്നെ ഇരുമ്പ് കമ്പിയും വിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ദിസ് 2 ഇൻഡസ്ട്രി ആർ ടോട്ടലി ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് വരുന്നതിനാണ് നമ്മുടെ ഡിഫറൻഷിയേറ്റഡ് ബിസിനസ്. അങ്ങനെ 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, അതാണ് 2 ടൈപ്പ് ഓഫ് ഫോം എന്ന് പറയുന്നത്. അത് നമ്മൾ പിന്നെ താഴെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ ഓടിച്ച് പറഞ്ഞുതരാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് റൺ ആയാലും ലോങ് റണ്ണാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. സെയിം കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് വേറെ കമ്പനി വിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കത് പെർഫെക്റ്റ് എക്സാമ്പിൾ പറയുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി കെയർ ആയിരുന്നു ഫസ്റ്റ് ഇവിടെ മോണോപ്പൊളി ആയിട്ടുണ്ടായിരുന്നത്. മോണോപ്പൊളി എന്ന് വെച്ചാൽ എന്താ? കോമ്പറ്റീറ്റേഴ്സ് ആരും ഇല്ല, അവരൊറ്റയ്ക്ക് വന്നു.
അങ്ങനെയുള്ളത് മോണോപോളി. അപ്പൊ അവർക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. പിന്നീട് എന്ത് വന്നു? ഹിമാലയയുടെ പ്രൊഡക്റ്റ് വന്നു. പിന്നീട് എല്ലാതരം കോസ്മെറ്റിക്സും പ്രൊഡക്ട്സ് വന്നു. അപ്പൊ അവര് തമ്മിൽ നല്ല കോമ്പറ്റീഷൻ ആണ്. സോ നമുക്ക് അതൊരു എക്സാമ്പിൾ പറയാം. പിന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ തന്നെയാണ്. അത് ബേസ് ചെയ്ത് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ്, ഹോമോജീനസ് തന്നെ ആവണമെന്നില്ല, ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റിന് ഉണ്ടാകുന്നത്. മോണോപോളിസ്റ്റിക് ഞാൻ പറഞ്ഞു. പിന്നെ ഒളിഗോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടെന്ന് വെച്ചിട്ട് ഇവരില്ലാതാവില്ല, ഇവരുണ്ടെന്ന് വെച്ചിട്ട് അവരില്ലാതാവില്ല. മീൻസ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോമോജീനസ് പ്രൊഡക്റ്റിന്റെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഒളിഗോപോളി എന്ന് പറയുന്നത്. ആർക്കും ആരോടും ദേഷ്യം, അതായത് ഒരാളെ നശിപ്പിച്ചിട്ടല്ല അങ്ങനെയുള്ളത്. ഇനി ഡിഫറൻഷിയേറ്റഡ് ഒളിഗോപോളിയും ഉണ്ട്, എന്നുവെച്ചാൽ രണ്ടും ഡിഫറെന്റ് കൈൻഡ് ആണെങ്കിൽ. അടുത്ത മോഡൽ നമ്മൾ പറഞ്ഞാണ്. ഇനി അടുത്ത പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താന്നാ പറയുന്നത്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹോമോജീനസ്, ഞാൻ പറഞ്ഞില്ലേ ഹോമോജീനസ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ രണ്ടുപേരും അതേപോലത്തെ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ക്ലിയർ ഹലോ ക്ലിയർ ആവുന്നില്ല. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ട്. കേൾക്കുന്നില്ല മാം. കേൾക്കുന്നുണ്ടോ? ഹലോ ക്ലിയർ അല്ലേ മാം? ക്ലിയർ ഇല്ല.